ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ട്രിവാൻഡ്രത്ത് ഗിരിദീപം കൺവെൻഷൻ സെൻറ്ററിൽ നടന്നൊരു ഗ്രാൻഡ് റിസപ്ഷൻ്റെ ഒരു ഫുൾ വ്ളോഗാണ് കേട്ടോ. ഒരു ഫുൾ വിശേഷമാണ്. ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ഫുഡ് തന്നെയാണ് കേട്ടോ. അപ്പം ഈ മൊത്തത്തിൽ ഇവിടുത്തെ കാറ്ററിംഗ് വർക്ക്സ് ചെയ്തിരിക്കുന്നത് അൽ ഹസൻ ഈവൻസ് ആണ്. അൽ ഹസൻ ഈവൻസിനെ നമുക്ക് എല്ലാവർക്കും ട്രിവാൻഡ്രത്തുള്ള മിക്കവർക്കും അറിയാമായിരിക്കും. അൽ ഹസൻ ഈവൻസിനെക്കാളും അൽ ഹസൻ ഹോട്ടൽ, ബുർജൽ മന്തിയൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ. സോ അവരുടെ തന്നെ കാറ്ററിംഗ് ആയിട്ടുള്ള അൽ ഹസൻ കാറ്ററിംഗ് ആണ് ഇന്ന് ഇവിടുത്തെ കാറ്ററിംഗ് മുഴുവനായിട്ട് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇപ്പോഴത്തെ എല്ലാ പാർട്ടീസിൻ്റെയും, എല്ലാ ഈവനിങ് പാർട്ടീസിൻ്റെയും, മോർണിംഗ് വെഡിങ് ഫംഗ്ഷൻസിൻ്റെ ആയിരുന്നാലും ട്രെൻഡ് സെറ്റർ ആയിട്ടുള്ള ഹെർബൽ ടീ കൗണ്ടേഴ്സും, പിന്നെ നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന പോപ്കോൺ, കോട്ടൺ ക്യാൻഡി, പിന്നെ നമ്മൾ ചോക്ലേറ്റ് ഫൗണ്ടെയിൻ, അതിനുള്ള വാഫിൾസും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ എൻട്രൻസും കാര്യങ്ങളൊക്കെ ഡെക്കോ ടീം ആയിരുന്നാലും നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുമുണ്ട്. പിന്നെ ചായ കൗണ്ടർ വരുന്നുണ്ട്. അതിന് വേണ്ടി ഡിഫറെൻറ്റ് സ്നാക്സ്, ചിക്കൻ നഗറ്റ്സും, പിന്നെ നമ്മളെ ഫ്രഞ്ച് ഫ്രൈസും, വടയൊക്കെ വരുന്ന, ബജ്ജിയൊക്കെ വരുന്ന നല്ല സ്നാക്ക് കൗണ്ടേഴ്സ് ഉണ്ട്, എലോങ് വിത്ത് ടീ. അത് കഴിഞ്ഞിട്ട് പിന്നെ സൂപ്പ് കൗണ്ടേഴ്സ് വരുന്നുണ്ട്. വെജ് സൂപ്പും ഉണ്ട്, പിന്നെ നോൺ വെജ് സൂപ്പും ഉണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ ചിക്കൻ ലോലിപോപ്പും സ്റ്റാർട്ടറായിട്ട് തന്നെ വരുന്നുണ്ട്. ചായയുടെ കൂടെയൊക്കെ ഒരു ബെസ്റ്റ് കോംബോ ആണേ. ചിക്കൻ കട്ട്ലറ്റും നഗറ്റ്സും ഫ്രഞ്ച് ഫ്രൈസും ചിക്കൻ ലോലിപോപ്പും എല്ലാം കൂടെ ചേർന്ന് ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്സൈഡ് കൗണ്ടർ തന്നെയായിരുന്നു ഒരു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ ഐറ്റംസ് കഴിക്കുമ്പോൾ തന്നെ വയറ് നിറയും. ഒരുപാട് പൊളിറ്റിക്കൽ ലീഡേഴ്സ് പങ്കെടുത്തിട്ടുള്ള ഒരു റിസപ്ഷൻ ഫംഗ്ഷൻ ആയിരുന്നു. അത്രമാത്രം ഗ്രാൻഡായിരുന്നു. ഇതാണ് നമ്മുടെ ഗ്രൂം. നമ്മുടെ കേരള സ്റ്റേറ്റിൻ്റെ ഓണറബിൾ ആയിട്ടുള്ള ചീഫ് മിനിസ്റ്റർ വരെ ഈ ഒരു റിസപ്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ലൈവായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന സ്നാക്സ് അത് എന്തായിരുന്നാലും, വെജ് ആയിരുന്നാലും നോൺ വെജ് ആയിരുന്നാലും അടിപൊളിയാണ്. അതും ചൂട് ചായയുടെ കൂടെ. ചൂട് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കൂളായിട്ടുള്ള ഐറ്റംസ് നോക്കാം. അതിന് വേണ്ടിയിട്ട് അവിടെ ഫ്രഷ് ജ്യൂസസ് ഉണ്ടായിരുന്നു. ലൈവായിട്ട് മേക്ക് ചെയ്യുന്ന ഫ്രഷ് ജ്യൂസസ്, വാട്ടർമെലൺ, ഗ്രേപ്സ്, ലൈം, ഓറഞ്ച്, പൈനാപ്പിൾ, അങ്ങനെ വെറൈറ്റി ഫ്ലേവേഴ്സിലുണ്ടായിരുന്നു. സ്റ്റാർട്ടേഴ്സ് തന്നെ എങ്ങനെയാണെങ്കിലും അപ്പോൾ മെയിൻ കോഴ്സ് എന്തായിരിക്കും? ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ സാലഡ് സ്റ്റേഷൻ്റെ കാര്യമാണെങ്കിൽ പറയണ്ട, ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള, നമ്മൾ കണ്ടതും കാണാത്തതുമായിട്ടുള്ള ഒരുപാട് സാലഡ്സ് ഉണ്ടായിരുന്നു. മട്ടൺ സൂപ്പാണ് നോൺ വെജ് സൂപ്പിൽ വരുന്നത്. പിന്നെ ചിക്കൻ സൂപ്പും ഉണ്ടായിരുന്നു, വെജ് സൂപ്പും ഉണ്ടായിരുന്നു. ഇപ്പോഴും മെയിൻ കോഴ്സിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നതെന്ന് പറയാനായിട്ട് ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ. പൊറോട്ട ഉണ്ടായിരുന്നു, അപ്പം ഉണ്ടായിരുന്നു, അവരുടെ സ്പെഷ്യലായിട്ടുള്ളൊരു പത്തിരി ഉണ്ട്, ഒരു ചെറിയ പാലപ്പം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നൈസായിട്ടുള്ള അവരുടെ ഒരു പത്തിരി ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. പിന്നെ ഗോബി മഞ്ചൂരിയൻ, ചിക്കൻ ചില്ലി, പിന്നെ സ്റ്റൂ ഉണ്ടായിരുന്നു, ബീഫ് സ്റ്റൂ ഉണ്ടായിരുന്നു. പിന്നെ പ്രോൺസിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കപ്പയുടെ കൂടെ കോമ്പിനേഷൻ ആയിട്ടായിരുന്നു. പിന്നെ ഡെസേർട്ടിലാണെങ്കിൽ ഗുലാബ് ജാമിൻ്റെ കൂടെയും ബ്രൗണിയുടെ കൂടെയും ഒക്കെ വരുന്ന രീതിയിലാണ് ഐസ്ക്രീം അവർ പെയർ ചെയ്തിരിക്കുന്നത്. പിന്നെ ചിക്കൻ ഫ്രൈയും ഇവരുടെ സ്പെഷ്യലായിട്ടുള്ള മട്ടൺ ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു. സോയാ ചങ്ക്സിൻ്റെ വരെ സാലഡ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കപ്പയ്ക്ക് പെയർ ചെയ്യാനായിട്ട് ആ പ്രോൺസിൻ്റെ ഒരു ഡിഷും, പിന്നെ ഇതുപോലെ മുളക് ചതച്ചത് ഉണ്ടായിരുന്നു.
റൈസ് ഐറ്റംസിൽ ബിരിയാണിയും പുലാവുമാണ് കേട്ടോ വരുന്നത്. ഇതാണ് അവരുടെ ചിക്കൻ ഫ്രൈ. എല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇപ്പോഴും എനിക്ക് ഏതെങ്കിലും കറിയൊക്കെ ഞാൻ വിട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. കാരണം അത്രയ്ക്ക് ഗ്രാൻഡ് ഫീസ്റ്റ് ആയിരുന്നു ഒരു മെയിൻ കോഴ്സിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഭയങ്കര ജ്യൂസി ആയിട്ടുള്ള മട്ടൻ ബിരിയാണിയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റായിരുന്നു. നല്ല രീതിയിൽ മീറ്റൊക്കെ കുക്കായിട്ടുണ്ട്. അതുമാത്രമല്ല റൈസും നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നല്ല ഫ്ലേവർഫുള്ളാണ്, അടിപൊളിയാണ്. ഇവരുടെ ബുർജൽ മന്തി എന്ന് പറയുന്നത് ട്രിവാൻഡ്രത്തുള്ള മന്തി സ്പോട്ടിൽ വൺ ഓഫ് ദ ബെസ്റ്റ് വൺ ആണ്. കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ്. അൽ ഹസനിലായിരുന്നാലും ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡെന്ന് പറയുന്നത് അങ്ങനെ ഒന്നിനും മോശം പറയാനായിട്ടില്ല. അൽ ഹസൻ ഹോട്ടലിലായിരുന്നാലും എല്ലാം ഭയങ്കര ടേസ്റ്റാണ്. ഒരു സാധാരണ ഒരു ചിക്കൻ ഫ്രൈ ആയിരുന്നാലും കറി ആയിരുന്നാലും എല്ലാത്തിനും നല്ല ടേസ്റ്റാണ്. റീസണബിൾ പ്രൈസിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ആ ഒരു ടേസ്റ്റ് തന്നെ നമ്മുടെ കാറ്ററേഴ്സിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഈവൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് നല്ല ഫുഡ് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ ഇവരെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. കപ്പയുടെ കൂടെ മീൻ കറിയും കൊഞ്ചും ആ മുളക് ചതച്ചതും എല്ലാം കൂടെ കൂട്ടി കഴിച്ചപ്പോൾ അതും ഒരു വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത്രയും ഐറ്റംസൊക്കെ ഉണ്ടെങ്കിൽ 2-3 സ്റ്റെപ്പായിട്ട് വാങ്ങി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ എല്ലാം കൂടി ഒരു പ്ലേറ്റിൽ കഴിച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാം കണ്ട് മടുത്തും പോവും, എല്ലാം ടേസ്റ്റ് ചെയ്യാനും പറ്റില്ല, നമ്മൾ മിച്ചം വെക്കുകയും ചെയ്യും. പക്ഷേ കുറച്ച് കുറച്ചായിട്ട് എല്ലാം ഒന്ന് ട്രൈ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർ കുറച്ചായിട്ട് ഇങ്ങനെ വേറെ വേറെ പ്ലേറ്റിൽ വാങ്ങിയാൽ കുറച്ച് നല്ലതായിരിക്കും കേട്ടോ. പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ ഡെസേർട്ടിൽ വരുന്നത്. പേസ്ട്രീസ് ഉണ്ടായിരുന്നു, നമ്മുടെ ജിലേബി ഉണ്ടായിരുന്നു, ഗുലാബ് ജാം ഉണ്ടായിരുന്നു, ബ്രൗണി ഉണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ കൂടെയാണ് ഐസ്ക്രീം അവർ പെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫീസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇതുപോലത്തുള്ള വീഡിയോസുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, മാക്സിമം ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.